Hey Paralis, welcome back to MalayaliPada. In the Malayaliam Airpods Pro 2nd generation unboxing and review. Now, this Airpods have features. I said anyway, features are touch control, improved chip, easy active noise cancellation 2 times better than Apple. Anyway, we will video test delay unboxing. Now, we Airpods Pro 2nd generation unboxing. കഴിഞ്ഞ വർഷത്തിന്റെ കൂട്ട് പ്ലാസ്റ്റിക് റാപ്പർ ഒന്നും ഇല്ല, ഒരു ചെറിയ ടാബ് പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് പീൽ ചെയ്യാം. ഡിസൈൻ ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ എപ്പോഴും വരുന്നൊരു പേപ്പർ നമുക്ക് നാട്ടി വെച്ചിട്ട് നമ്മുടെ എയർപോഡ്സ് പ്രോ 2nd generation ഒന്ന് നോക്കാം. സോ വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല ഡിമെൻഷൻ വൈസ്. നമുക്ക് തൽക്കാലം ഇത് സൈഡിലോട്ട് മാറ്റി വെച്ച് ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് ബോക്സ് വരിക നോക്കാം. പുതിയ എക്സ്ട്രാ സ്മോൾ ഇയർ ടിപ്പാണ് വരുന്നത് ഇതിൻ്റെ അകത്ത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് അവർ കൊണ്ടുവന്ന പുതിയ എക്സ്ട്രാ സ്മോൾ ഇയർ ടിപ്പ്. നമുക്ക് എക്സ്ട്രാ സ്മോൾ ഉണ്ട് ലാർജും ഉണ്ട്. സോ എനിവേ നമുക്കിത് മാറ്റി വെച്ചിട്ട് ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് ബോക്സ് വരിക നോക്കാം. ഒരു ടൈപ്പ് സി ടു ലൈറ്റ്നിങ് കേബിൾ ഉണ്ട് ഇവിടെ, ആൻഡ് സ്റ്റിക്കർ ഉണ്ടോ എന്ന് നോക്കാം. എയർപോഡ്സ് പ്രോൻ്റെ ഒരു ചെറിയ ഗൈഡും യൂസർ മാനുവലും ഒക്കെ ഉണ്ട് ഇവിടെ. സ്റ്റിക്കറില്ല. ഇനി നമുക്ക് നമ്മുടെ എയർപോഡ്സ് പ്രോ 2nd generation പ്ലാസ്റ്റിക് ഒന്ന് ഇളക്കാം. അപ്പോൾ ഈ കേസിന് പുതിയതായിട്ട് വരുന്നതാണ് ഇവിടെ സൈഡിൽ ഒരു ലാനിയാർഡ് കെട്ടാൻ പറ്റുന്നൊരു സംഭവം. അപ്പോൾ നമുക്കിവിടെ ആ ലാനിയാർഡ് ഇൻസേർട്ട് ചെയ്തിട്ട് ടൈ ചെയ്ത് നമ്മുടെ റിസ്റ്റിൽ ഇത് നമുക്ക് എടുത്തുകൊണ്ട് നടക്കാൻ പറ്റും. തൊട്ട് താഴെ ഇവിടെ നമുക്കിപ്പോൾ സ്പീക്കറും വരുന്നുണ്ട്. ആ സ്പീക്കർ ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ എയർപോഡ്സ് പ്രോ ഈസി ആയിട്ട് കളഞ്ഞു പോകാൻ പറ്റും. അപ്പോൾ ഇത് അടഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ എയർപോഡ്സ് പ്രോ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്പോൾ അവർ സ്പീക്കർ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഫുൾ കേസ് തന്നെ നമ്മൾ മിസ്പ്ലേസ് ചെയ്യുവാണെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ എയർപോഡ്സ് പ്രോ 2nd generation നമ്മുടെ iPhone 14 Pro ആയിട്ട് ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ കണക്ട് ചെയ്യാൻ നമ്മൾ ജസ്റ്റ് ഈ ലിഡ് ഒന്ന് ഓപ്പൺ ചെയ്താൽ മാത്രം മതി. ലിഡ് ഓപ്പൺ ചെയ്യപ്പോൾ ഒരു ചെറിയ സൗണ്ട് നിങ്ങൾ കേട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അതാണ് ഈ ഒരു പുതിയ സ്പീക്കറിൻ്റെ ആ ഒരു സൗണ്ട് ക്വാളിറ്റി. അപ്പോൾ നമ്മുടെ ഐഫോണിൽ കണക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്കതൊന്ന് സെലക്ട് ചെയ്യാം. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് ഈ പുതിയ എയർപോഡ്സ് പ്രോയിൽ വരുന്ന ഫീച്ചേഴ്സിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഇതിനിപ്പം 33% കൂടുതൽ ബാറ്ററിയാണ് വരുന്നത്. അതായത് കഴിഞ്ഞ എയർപോഡ്സ് പ്രോ 1st generation 4.5 hours ഓഫ് ബാറ്ററി ഒരു സിംഗിൾ ചാർജ് കിട്ടത്തുള്ളായിരുന്നു. ഇപ്പം ഈ ഒരു ഡിവൈസിന് 6 hours ആണ് നമുക്കൊരു സിംഗിൾ ചാർജ് കിട്ടുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു എയർപോഡ്സ് പ്രോ അത്രയും നേരം ഉപയോഗിക്കത്തില്ല. എന്നാലും നമ്മൾ കുറേ നാളുകൾ ഈ ഒരു എയർപോഡ്സ് പ്രോ ഉപയോഗിക്കുകയാണെങ്കിൽ എൻ്റെ ബാറ്ററി ഇച്ചിരി ഡ്രെയിൻ ആകും. അതാണിപ്പം എൻ്റെ എയർപോഡ്സ് പ്രോയിൽ ഞാൻ നോട്ടീസ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ എയർപോഡ്സ് പ്രോ 1st generation മേടിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷമായി. ഞാനിത് എല്ലാ ദിവസവും ഏകദേശം ഉപയോഗിക്കും. ഇപ്പം ഒരു ജിമ്മിൽ പോവുകയാണെങ്കിൽ 1.5 മണിക്കൂറൊക്കെ ഈ ഒരു എയർപോഡ്സ് പ്രോൻ്റെ ബാറ്ററി നിൽക്കത്തുള്ളൂ. എനിവേ 6 മണിക്കൂർ ഡെഫിനറ്റായിട്ട് വെൽക്കമാണ്. പിന്നെ ഇതിന് പുതിയ H2 ചിപ്പാണ് വരുന്നത്. ആ ഒരു H2 ചിപ്പ് കാരണമാണ് നമ്മുടെ നോയ്സ് ക്യാൻസലേഷനൊക്കെ നല്ല ഒന്നാന്തരമായിട്ട് ഇതിൽ കേൾക്കാൻ പറ്റുന്നത്. പിന്നെ ഇതിന് സ്കിൻ ഡിറ്റക്ട് സെൻസർ എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട്. അതെന്തുവാണെന്ന് വെച്ചാൽ നമ്മുടെ എയർപോഡ്സ് 3rd generation ഒരു റിവ്യൂ ചെയ്തപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തായിരുന്നു. ഇപ്പം നമ്മൾ ചില സമയത്ത് നമ്മുടെ അടുത്ത് ആരെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ എയർപോഡ്സ് പ്രോ പോക്കറ്റ് വെക്കത്തില്ലേ. അപ്പോൾ പോക്കറ്റ് വെക്കുമ്പോഴും ആ ഒരു സെൻസർ ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ അത് ഓർക്കും പാട്ട് കണ്ടിന്യൂസ് പ്ലേ ചെയ്യണമെന്ന്. ഇപ്പം അതിനൊരു സെൻസറുണ്ട്, സ്കിൻ ഡിറ്റക്ട് സെൻസർ. അപ്പോൾ നമ്മൾ ചെവിയിൽ വെച്ച് മാറ്റുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓഫ് ആകും. നമ്മൾ പോക്കറ്റ് വെക്കുവാണെങ്കിലും ഇത് ഓഫ് ആകും. എനിവേ സ്റ്റാറ്റ്സ് പറഞ്ഞ് ബോറടിപ്പിക്കാതെ നമുക്ക് ഇതിൻ്റെ ഒരു ഡെമോ കാണാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പുതിയ എയർപോഡ്സ് പ്രോയിൽ പാട്ട് കേട്ട് നോക്കാം. പുതിയ 2nd generation കേൾക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ 1st generation ആദ്യം പാട്ട് കേട്ടിട്ട് എന്തെങ്കിലും ഒരു ഡിഫറൻസ് തോന്നുമോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ നോക്കാം. സോ ആദ്യം ഞാൻ കേൾക്കാൻ പോകുന്നത് എൻ്റെ ഒറിജിനൽ എയർപോഡ്സ് പ്രോ 1st generation അകത്തു നിന്നാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഫോൺ നോയ്സ് ക്യാൻസലേഷനിലാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഒരു പാട്ട് കേട്ട് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പുതിയ എയർപോഡ്സ് 2nd generation ആ സെയിം പാട്ടൊന്ന് കേട്ട് നോക്കാം. അപ്പോൾ ഞാൻ കേൾക്കുന്ന പാട്ടിൻ്റെ പേര് ചൈൽഡിഷ് ഗംബീനോയുടെ ദിസ് ഇസ് അമേരിക്ക എന്ന് പറഞ്ഞൊരു പാട്ടാണ്. സത്യം പറഞ്ഞാൽ വലിയ വ്യത്യാസം എനിക്ക് തോന്നിയില്ല. ഏകദേശം സെയിം സൗണ്ട് പ്രൊഫൈൽ ആയിരുന്നു. The only one different I've noticed was the bass. Like പുതിയ എയർപോഡ്സ് പ്രോ 2nd generation അകത്ത് ഇച്ചിരി കൂടെ നല്ല രീതിയിൽ നമുക്ക് ബാസ് കേൾക്കാൻ പറ്റും.
But besides that, I didn't really notice much of a difference. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ സിറ്റി സൗണ്ട് എഫക്റ്റ് ബാക്ക്ഗ്രൗണ്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ എയർപോഡ്സ് പ്രോ ഫസ്റ്റ് ജനറേഷൻ ഒന്ന് ഇട്ട് നോക്കാം, എത്രത്തോളമാണ് ആ നോയ്സ് ക്യാൻസൽ ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടി. Still hear it. ഞാൻ പാട്ടൊന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് നോയ്സ് ക്യാൻസലേഷൻ ഇനേബിൾ ചെയ്തിട്ടേ ഉള്ളൂ. എനിക്ക് എന്നാലും ആ സ്ട്രീറ്റ് നോയ്സസ് ഒക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എയർപോഡ്സ് പ്രോ സെക്കൻഡ് ജനറേഷൻ്റെ നോയ്സ് ക്യാൻസലേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ യു ക്യാൻ സീ പുതിയ എയർപോഡ്സ് പ്രോ ഇട്ടിട്ട് ഞാൻ നോയ്സ് ക്യാൻസലേഷൻ ആണ് എനേബിൾ ചെയ്തിരിക്കുന്നത്. Okay, definite ആയിട്ട് it's better. Like, I don't know if it's 2 times better, but it's definitely better for sure. കുറേ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഇതിൽ ക്യാൻസൽ ചെയ്തായിരുന്നു, ആൻഡ് ദാറ്റ്സ് അമേസിങ്. ഇനി നമുക്ക് നമ്മുടെ എയർപോഡ്സ് പ്രോയിൻ്റെ മൈക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ലാപ്ടോപ്പിൽ കാണാൻ പറ്റും, ഞാൻ എയർപോഡ്സ് പ്രോ സെക്കൻഡ് ജനറേഷൻ ആണ് ഇനേബിൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സ്ട്രീറ്റ് നോയ്സ് ഞാൻ എൻ്റെ ഐഫോണിൽ ഫുൾ വോളിയത്തിലായിരിക്കും ഇടാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ എയർപോഡ്സ് പ്രോ സെക്കൻഡ് ജനറേഷൻ വരുന്ന മൈക്രോഫോൺ. ഞാനിപ്പോൾ ആ സ്ട്രീറ്റിൻ്റെ ആ സൗണ്ട് എഫക്റ്റ് ഫുൾ വോളിയത്തിൽ എൻ്റെ ഐഫോൺ 14 പ്രോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു ഐഡിയ കിട്ടി എത്രത്തോളം ക്യാൻസലേഷനാണ് ഈ ഒരു മൈക്ക് അതുമായിട്ട് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള വീഡിയോ കാണാം. ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് വരുന്ന പുതിയതായിട്ടുള്ള അഡാപ്റ്റീവ് ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞൊരു ഫീച്ചറിനെ കുറിച്ച് സംസാരിക്കാം. അത് സംസാരിക്കാനായിരിക്കും ഇച്ചിരി കൂടെ ബെറ്റർ, കാരണം I really can show a demonstration on how that sounds in my ear. Really what happens is, ഇപ്പോൾ നമ്മൾ വെളിയിലാണ്, ഇപ്പം നമ്മൾ നടക്കാനൊക്കെ പോവാണ്, ട്രാൻസ്പെറൻസി മോഡ് ഓൺ ആണെന്ന് വെച്ചോ, കുറേ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഹോങ്കിങ് ഒക്കെ നടക്കുവാണെങ്കിൽ ആ ഹോങ്കിൻ്റെ സൗണ്ട് നമ്മൾ കേൾക്കും, പക്ഷേ ഇറ്റ് വുഡ് ബി മച്ച് മോർ റിഡ്യൂസ്ഡ്. ഈ പുതിയ H2 ചിപ്പ് നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്യുന്നുണ്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ്. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് നമുക്ക് നമ്മൾ അഡാപ്റ്റീവ് ട്രാൻസ്പെറൻസി മോഡ് ഇടുവാണെങ്കിൽ അത്രയ്ക്ക് ഹാർഷായിട്ട് ആ ഒരു ഹോങ്കോ അല്ലെ ബെല്ലോ whatever it is that's happening in the street നമ്മൾ കേൾക്കത്തില്ല. ഇനി നമുക്ക് ഇതിൽ വരുന്ന പുതിയ ടച്ച് കൺട്രോൾ ഫീച്ചേഴ്സ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എത്രത്തോളം ഈസി ആയിട്ടാണ് നമുക്ക് വോളിയം കൂട്ടാനും കുറയ്ക്കാൻ പറ്റുന്നത് എന്നുള്ളൊരു ടെസ്റ്റാണ് ഇനി നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഐഫോണിൻ്റെ കൺട്രോൾ സെൻറ്റർ കാണാൻ പറ്റുന്നുണ്ടല്ലോ, വോളിയം ലോയിലാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് എത്രത്തോളം സ്വൈപ്പാണ് ഇതിന് വേണ്ടിയത് എന്ന് നോക്കാം ഒരു ഫുൾ വോളിയം ആക്കാൻ. സോ ലെറ്റ്സ് ട്രൈ ഇറ്റ് ഔട്ട്. ഫുൾ വോളിയം ആക്കാൻ ഓൾമോസ്റ്റ് 16 സ്വൈപ്സ് ആണ് എനിക്ക് വേണ്ടിയത്. അപ്പോൾ 50% ആക്കാൻ 8 സ്വൈപ്സ് ആണ് മണ്ടയ്ക്കോട്ട് ആക്കേണ്ടത്. ദാറ്റ്സ് ആക്ച്വലി എ ലോട്ട് ഓഫ് സ്വൈപ്സ്. ഐ ഡോണ്ട് നോ ഫ്യൂച്ചറിൽ അവർ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു ഇച്ചിരിയും കൂടെ ഹൈ ആക്കിയാൽ ദാറ്റ് വുഡ് ഹാവ് ബീൻ നൈസ്. ബട്ട് എനിവേ ഇറ്റ്സ് നോട്ട് ബാഡ്. ആൻഡ് ആ ടച്ച് കൺട്രോൾ അത്യാവശ്യം നല്ല ഒരു സ്മൂത്താണ്, ഒരു രീതിയിലും സ്റ്റോപ്പ് ആയില്ല ഇടയ്ക്ക്. അപ്പോൾ ടച്ച് കൺട്രോൾ റൈറ്റ് സൈഡിലും ഉണ്ട് ലെഫ്റ്റ് സൈഡിലും ഉണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് മാത്രമല്ല നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. സോ ദാറ്റ്സ് എ ഗുഡ് തിങ്. ഈ ഒരു ഫീച്ചറാണ് ഐ വാസ് വെരി എക്സൈറ്റഡ് ഫോർ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ എയർപോഡ്സ് പ്രോയിൻ്റെ ഈ ഒരു സ്പീക്കറിൻ്റെ അകത്തു നിന്നുള്ള നോട്ടിഫിക്കേഷൻസ് സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. ആ നോട്ടിഫിക്കേഷൻ സൗണ്ട് കേൾക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ഫൈൻഡ് മൈ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. അതിൻ്റെ അകത്ത് നമ്മുടെ എയർപോഡ്സ് പ്രോ കണക്റ്റഡ് ആണെങ്കിൽ പ്ലേ സൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അപ്പോൾ ഞാൻ ആ പ്ലേ സൗണ്ട് ഞെക്കാൻ പോവാണ്. അത് ഭയങ്കര ലൗഡായിരുന്നു, ആൻഡ് ദാറ്റ്സ് വെരി ഗുഡ്. നമ്മൾ എയർപോഡ്സ് പ്രോ ലൂസ് ആകുവാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ആ ഒരു സൗണ്ട് നമുക്ക് അത്യാവശ്യമാണ്. ദാറ്റ്സ് വെരി കൂൾ. അവസാനമായിട്ട് എൻ്റെ എല്ലാ റിവ്യൂ ചെയ്യുന്നതിൻ്റെ കൂട്ട് തന്നെ ഐ വിൽ ലെറ്റ് യു നോ ഇഫ് ദിസ് ഡിവൈസ് ഈസ് വർത്ത് യുവർ മണി. ആൻഡ് ഓണസ്റ്റ്ലി ഐ തിങ്ക് ഇപ്പം നിങ്ങൾക്ക് എയർപോഡ്സ് പ്രോ ഫസ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഇറ്റ്സ് വർത്ത് ഇറ്റ്. ഇപ്പം നിങ്ങൾക്ക് എയർപോഡ്സ് പ്രോ ഫസ്റ്റ് ജനറേഷൻ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്ത ഒരാളാണെങ്കിൽ ഐ വുഡൻറ്റ് ടെൽ യു ടു അപ്ഗ്രേഡ് അൺടിൽ മറ്റേ ഒരു എയർപോഡ്സ് പ്രോ അൺയൂസബിൾ ആകുന്നത് വരെ. യൂഷ്വലി നമുക്ക് ഈ ഒരു എയർപോഡ്സ് പ്രോയിൽ നിന്ന് മാക്സിമം 2 to 3 years ആണ് കിട്ടേണ്ടത്. ആ 2 to 3 years കഴിയുമ്പം ഇതിൻ്റെ ബാറ്ററി ഡ്രെയിനായി ഇറ്റ്സ് ഓൾമോസ്റ്റ് ഇംപോസിബിൾ ടു യൂസ് ഇറ്റ്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ഡെഫിനറ്റായിട്ട് ഇത് വർത്തിട്ടാണ്. ഇതിൽ വരുന്ന പുതിയ ഈ സ്പീക്കർ സിസ്റ്റം ലൈക്ക് ഐ സെഡ്, ഞാൻ എൻ്റെ എയർപോഡ്സ് പ്രോ എപ്പോഴും മിസ്പ്ലേസ് ചെയ്യും. ആൻഡ് അതുകൊണ്ട് തന്നെ ഈ ഒരു പുതിയ സ്പീക്കർ ഗ്രില്ലും ഒരു സ്പീക്കർ ഈ ഒരു കേസിൽ വന്നത് ഡെഫിനറ്റായിട്ട് ഇറ്റ്സ് എ ഗുഡ് തിങ്. നോട്ട് ജസ്റ്റ് ദാറ്റ് ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷനും it's really improved a lot. It hasn't improved enough for me to make this purchase. Anyway, നിങ്ങൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. തൽക്കാലം